ഞാനൊരു തിരക്കഥാകൃത്തായി അറിയപ്പെടുന്ന അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്ന ആദ്യ ചിത്രം തലസ്ഥാനമാണ്. ആ സിനിമ മുതൽ എൻ്റെ സഹപ്രവർത്തകനാണ് സാബു. ഞാനും ഷാജിയും സുരേഷ് ഗോപിയും ഒക്കെ ഒരു അംഗീകരിക്കപ്പെടുന്ന ആദ്യ ചിത്രത്തിൻ്റെ ഡിസൈനർ, അതിൻ്റെ പരസ്യകല നിർവഹിച്ച സുഹൃത്ത്. പിന്നീട് ഇങ്ങോട്ട് ഞങ്ങളുടെ കോമ്പിനേഷനിൽ സ്ഥലത്തെ പ്രധാന പയ്യൻസ്, ഏകലവ്യൻ, കമ്മീഷണർ, അങ്ങനെ ഒരുപാട് സിനിമകൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച സുഹൃത്താണ് സാബു. അതിലുപരി മലയാളത്തിൽ ഏറ്റവും അധികം അംഗീകരിക്കപ്പെട്ട പരസ്യ ചിത്രകലാകാരനാണ്. മലയാളത്തിൽ ഈ പരസ്യകലയിൽ പുതിയ ഒരു ട്രെൻഡ്, സാബുവിൻ്റെ ഒരു പരസ്യം, സാബുവിൻ്റെ ഒരു ഡിസൈൻ കണ്ടാൽ ഇത് സാബുവിൻ്റേതാണ് എന്ന് അതിൻ്റെ ക്രെഡിറ്റ് ടൈറ്റിൽ നോക്കാതെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഭാഗത്തിൽ സ്വന്തമായ ഒരു ശൈലിയും സ്വന്തമായ ഒരു വ്യതിരിക്തതയും സൃഷ്ടിച്ച വ്യക്തിയാണ്, കലാകാരനാണ്. അപ്പോൾ ഒരു കലാകാരന് ഭാവി തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ നൂതന സംവിധാനങ്ങൾ, നൂതന സാങ്കേതികത്വങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് പലപ്പോഴും അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു നല്ല കലാകാരന് നല്ല അധ്യാപകനാകാൻ കഴിയും. നല്ല കലാകാരനായ അധ്യാപകന് അതിൽ സാങ്കേതിക വിദ്യ കൂടി സമന്വയിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് അവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറം നൽകാൻ കഴിയും. ഗ്രാഫിക് ഡിസൈനിങ്ങിലും അനിമേഷനിലുമെല്ലാം സാബുവിൻ്റെ ദീർഘകാലത്തെ പരിചയസമ്പന്നത, കൃതഹസ്തത, ഒപ്പം അദ്ദേഹത്തിൻ്റെ പ്രതിഭ, ഇത് മൂന്നും സമന്വയിക്കുമ്പോൾ തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് സാബുവിൻ്റെ സ്ഥാപനങ്ങളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുവാനുണ്ട്, ഒരുപാട് ലഭിക്കുവാനുണ്ട് എന്ന് ഞാൻ കരുതുന്നു. സാബുവിനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനും എൻ്റെ ഭാവുകങ്ങൾ, വിദ്യാർത്ഥികൾക്ക് ആശംസകൾ.